ബാംഗ്ലൂരിൽ നിന്ന് 75 കിലോമീറ്റർ മാറി തുംകൂർ ജില്ലയിലെ മടഹൊണ്ടനഹള്ളിയിലെ മന്ദാരഗിരി ക്ഷേത്രത്തിന് സമീപത്തായിട്ടുള്ള ഗുരുമന്ദിരത്തിന് സമീപത്തായിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്നും എക്സ്കർഷന് പോകാൻ പറ്റുന്ന ഒരു അതിസുന്ദരമായ സ്ഥലത്തേക്കാണ്. ഇവിടുത്തെ പ്രത്യേകത മയിൽപ്പീലി വെഞ്ചാമരത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ക്ഷേത്രമാണ്. നിരവധി ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. മന്ദാരഗിരി മലനിരയിൽ AD 10-നും 12-നും ഇടയിൽ നിർമ്മിച്ച ജൈനക്ഷേത്ര സമുച്ചയം മലയുടെ മുകളിലായി ഉണ്ട്. ഇവിടെ ഏറെ പ്രസിദ്ധമാക്കിയത് ഈ നൂറ്റാണ്ടിലായി നിർമ്മിച്ച പിഞ്ച് ആകൃതിയിലുള്ള ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ചതോടെയാണ്. 81 അടി ഉയരത്തിലുള്ള ഈ ക്ഷേത്രം ജൈന ആചാര്യനായ ഗുരു ശാന്തിസാഗറിനായി സമർപ്പിച്ചിരിക്കുകയാണ്. ഇതിനെ ഗുരുമണ്ഡപം എന്നാണ് അറിയപ്പെടുന്നത്. ഗുരുമണ്ഡപത്തിന് സമീപത്തായി പ്രധാന കവാടത്തിന് നേരെ കാണുന്ന ഒറ്റക്കല്ലിൽ തീർത്ത 21 അടി ഉയരത്തിലുള്ള പ്രതിമ കാണാം. അത് 8ാമത് തീർത്ഥങ്കരനായ ചന്ദ്രപ്രഭയുടേതാണ്. ചന്ദ്രപ്രഭയുടെ പ്രതിമയും ഗുരുമണ്ഡപവും മന്ദാരഗിരി മലനിരയുടെ ചുവട്ടിലായാണ് ഉള്ളത്. ഇവിടെ കയറുന്നതിന് ഒരു ചെറിയ പ്രവേശന ഫീസുണ്ട്, 10 രൂപയാണത്. മലനിരയുടെ മുകളിലായി 2 രീതിയിൽ എത്തിച്ചേരാം. നടന്നു കയറുന്നതിനായി പടികളുണ്ട്. ഏകദേശം 400 പടികൾ കയറി മുകളിൽ എത്തിച്ചേരാം. നടക്കാൻ പാടാണെങ്കിൽ മലനിരയുടെ വശത്തു കൂടെ കോൺക്രീറ്റ് റോഡുണ്ട്, അങ്ങനെയും എത്തിച്ചേരാം. നിങ്ങൾക്ക് വണ്ടി കൊണ്ടുവന്നില്ല എങ്കിൽ ഓട്ടോറിക്ഷയുടെ സർവീസ് ഇവിടെയുണ്ട്. അപ്പ് ആൻഡ് ഡൗൺ പോയി വരുന്നതിനായി 300 രൂപ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. മലനിരയുടെ സൈഡിനു കൂടിയുള്ള വഴി വളരെ സീനിക്കായിട്ടുള്ളതാണ്. മലനിരയുടെ വശത്തായുള്ള മൈദാല തടാകത്തിന് സമീപത്ത് കൂടെയാണ് ഈ റോഡ് പോകുന്നത്. അവിടെ നിന്നും ഏകദേശം ഒരു 100 മീറ്റർ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. കർണാടകയിലെ ഒരു പ്രധാനപ്പെട്ട ജൈനക്ഷേത്ര സമുച്ചയം കൂടെയാണ് ഇവിടെ. ഏകദേശം 1000 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ തറയും മറ്റുമൊക്കെ പുതുക്കി പണിതിട്ടുണ്ട്. ഇതിനകത്തായി 4 മണ്ഡപങ്ങൾ ഉണ്ട്. അതിൽ ഒന്നാമത്തതിൽ 8ാമത്തെ ജൈന തീർത്ഥങ്കരനായ ചന്ദ്രനാഥ സ്വാമിയുടേതാണ്. അടുത്തതിൽ 7ാമത് ജൈന തീർത്ഥങ്കരനായ സുപാർശ്വനാഥൻ്റെയും അടുത്തതിൽ 23ാമത് ജൈന തീർത്ഥങ്കരനായ പാർശ്വനാഥൻ്റെയും ക്ഷേത്രങ്ങളാണ്. 4ാമത്തേതിൽ വിഗ്രഹമില്ല. പിന്നെ അതിന് സമീപത്തായി ക്ഷേത്രപാലകൻ്റെയും ഒരു ചെറിയ മണ്ഡപം കൂടിയുണ്ട്. ക്ഷേത്രത്തിന് പുറത്തായി ഏറെ വ്യത്യസ്തമായ ഒരു നിർമ്മിതി കൂടിയുണ്ട്. വൃത്താകൃതിയിലുള്ള കൽപ്പടവുകൾക്ക് മധ്യത്തായി ഒരു കൃത്രിമ കൽപ്പവൃക്ഷം കാണാം. അതിന് 4 വശങ്ങളിലായി ആത്മീയ സന്യാസിമാർ ഇരുന്ന് ചുറ്റിനുമുള്ള ആളുകൾക്ക് പ്രബോധനം നടത്തുന്ന ഒരു കൂട്ടം ശില്പസൃഷ്ടി കൂടെയുണ്ട്. ഇതിനു ചുറ്റിലുമായി നിരവധി ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് ധ്യാനത്തിൽ ഏർപ്പെടുക കൂടെ ചെയ്യാം. ക്ഷേത്രത്തിൻ്റെ വശത്ത് നിന്നും താഴേക്ക് നോക്കിയാൽ ഗുരുമന്ദിരത്തിൻ്റെയും ചന്ദ്രപ്രഭുവിൻ്റെ പ്രതിമയുടെയും ദൂരെയുള്ള ആകാശ കാഴ്ച നമുക്ക് കണ്ട് ആസ്വദിക്കുക കൂടെ ചെയ്യാം. പാർക്കിംഗ് ഗ്രൗണ്ടിനോടടുത്തായി തന്നെ 1000-ൽ-പരം വർഷം പഴക്കമുള്ള ഒരു ചെറിയ അതിസുന്ദരമായ കൽമണ്ഡപം കൂടെയുണ്ട്. ദർശനം കഴിഞ്ഞ് പോകുന്ന വഴി മൈദാല തടാകത്തിന് സമീപത്തായി കുറച്ച് സമയം ചെലവഴിക്കാം. സീസൺ സമയങ്ങളിൽ വരികയാണെങ്കിൽ നിരവധി ദേശാടന പക്ഷികളെ കൂടെ ഇവിടെ കാണാൻ കഴിയും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.